ജാസ്മിന് മിക്കവാറും ക്വിറ്റ് ചെയ്യുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഇന്നലെ തന്നെ ലാലേട്ടൻ വന്ന് പോയതിനു ശേഷം ഗബ്രി അവിടെ കിടന്ന് പറയുന്നുണ്ട് ഞാൻ ക്വിറ്റ് ചെയ്യുന്നുവെന്ന്. പക്ഷെ ജാസ്മിൻ പറയുന്നു ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞു. ഇവർ രണ്ടുപേരും വരുത്തി വെച്ചത് തന്നെയാണ്. ജിൻഡോയൊക്കെ ഇവർ രണ്ടുപേരും കൂടി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. പലരും കമൻറ്റിലൂടെയൊക്കെ പറയുന്നു ജാസ്മിനെ ഇത് നിന്റെ കർമ്മഫലമാണ്, നിനക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നു, നീ അനുഭവിച്ചേ പറ്റുമെന്ന്. ഇന്നത്തെ മോർണിംഗ് ടാസ്കിലായാലും ശരി ഇവർ രണ്ടുപേരും ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല. ഒരറ്റത്ത് മാറിയിരുന്ന് എന്തൊക്കെയോ ആലോചിച്ച് കൂടുന്നുണ്ട്. ജാസ്മിൻ വല്ലാതെ ഡിപ്രസ്ഡ് ആണ്. രസ്മിനൊക്കെ പോയി വിളിച്ചത് കൊണ്ട് മാത്രമാണ് മോർണിംഗ് ടാസ്കിലേക്ക് വന്നത് പോലും. അല്ല, എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, ഇവർ പരസ്പരം ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ ബിഗ് ബോസിനോട് പറയുന്നില്ലല്ലോ എന്നാണ്. ഈ സീക്രട്ട് ഏജന്റ് സായി അകത്ത് വരുന്നത് വരെ ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവരൊരു സംഭവമാണെന്നാണ്. പക്ഷെ സായി അതൊരു മാസ്റ്റർ പ്ലാൻ ആണോ അതോ ജസ്റ്റ് കാഷ്വൽ ടാക്ക് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സായി പറഞ്ഞിട്ടുള്ള കാര്യം ജാസ്മിനെ അന്ന് മുതൽ തളർത്തി. പിന്നീട് അങ്ങോട്ട് ഇരുവരും അങ്ങോട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജാസ്മിന് സ്വയം ഊഹിച്ചു തുടങ്ങി. എല്ലാം കൊണ്ടും ജാസ്മിന് തകർന്നിരിക്കുകയാണ്. എന്തായാലും ജാസ്മിന് ക്വിറ്റ് ചെയ്യേണ്ട എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്.